ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ന്യൂസ് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് ഏകദേശം ഇപ്പോൾ അഡ്വാൻസ് സ്റ്റോക്കിലാണെന്ന ന്യൂസാണ്. പിന്നെ അതുപോലെ മറ്റൊരു ഫോറിൻ സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കംപ്ലീറ്റ് ആയ ഒരു ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ മാർക്കസ് മെർഗുലോവ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻഡർ, ഒരു ഡിഫൻസി പൊസിഷനിലേക്ക് ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ നെയ്ബർ മീൻസ് ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് ഈ ഒരു സൗത്ത് ഭാഗത്തുള്ള ക്ലബ്ബുകളിൽ നിന്നാണ് ആ സൈനിങ് നടത്തിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ താരം ആരെന്ന് വെച്ചാൽ ബികാഷ് യുംനാമാണ്. ചെന്നൈ എഫ് സിയുടെ താരമാണ്. 21 വയസ്സുകാരനായ സെൻറ്റർ ബാക്കാണ്. അപ്പോൾ ഈ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഹോർമിപ്പാങ്ങിനൊപ്പം പഞ്ചാബ് എഫ് സിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ കൂടിയാണ്. 21 വയസ്സുള്ള യങ്സ്റ്ററാണ്. അപ്പോൾ പഞ്ചാബ് എഫ് സിയിൽ നിന്നാണ് ചെന്നൈ എഫ് സിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു സൈനിങ് തന്നെയാണ്. നമ്മൾ റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നത് നരേന്ദ്ര ഗെഹ്ലോട്ടിലേക്കായിരുന്നു. എന്നാൽ ഗെഹ്ലോട്ടിനേക്കാളും ബെറ്റർ പ്ലെയറാണ് ബികാഷ് യുംനാൻ. അപ്പോൾ ഈ താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. കെല്ലോ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്, റിലയബിൾ ആയിട്ടുള്ള സോഴ്സാണ്. അപ്പോൾ ഈ സൈനിങ് ഈ ജനുവരിയിലേക്കല്ല, നെക്സ്റ്റ് സീസണിലേക്കാണ്. എന്തായാലും ഒരു ക്വാളിറ്റി പ്ലെയർ ആണ്. ഡിഫൻസിൽ നമുക്കറിയാം ധാരാളം പ്രോബ്ലംസ്, ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ്. അപ്പോൾ ഇങ്ങനൊരു പ്ലെയറിനെ എത്തിച്ചത് എന്തായാലും ഒരു ഗുഡ് മൂവ് തന്നെയാണ്. അപ്പോൾ ഇനി മറ്റൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അമയ് റൊനവാഡെ ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഒഡീഷ എഫ് സിയുടെ താരമായ 26 വയസ്സുകാരനായ റൈറ്റ് ബാക്ക് താരം അമയ് റനവാഡെ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് ബിഗ് ടാർഗറ്റ് എന്നാണ് ഇപ്പോൾ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അമയ് റനവാഡെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിക്കുന്നത്. എന്നാൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി മുംബൈയിൽ നിന്നൊരു ലോൺ കാലാവധിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസൺ എൻഡിങ് വരെ. ഈ സീസൺ എൻഡ് ചെയ്യുന്നതോടുകൂടി മുംബൈ സിറ്റിയുമായിട്ടുള്ള പുള്ളിയുടെ കോൺട്രാക്റ്റ് അവസാനിക്കും. 2025 ഫ്രീ ഏജൻ്റ് ആകാൻ പോകുന്ന പ്ലെയറാണ് അമയ് റനവാഡെ. അപ്പോൾ താരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ഒരു പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ റൈറ്റ് ബാക്കിൻ്റെ നിലവിലെ സ്ഥിതിയൊക്കെ, പൊസിഷനൊക്കെ. അപ്പോൾ അവിടേക്ക് ഈ അമയ് റനവാഡെ കിട്ടുകയാണെങ്കിൽ അതൊരു ഗ്രേറ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. നമ്മുടെ റൈറ്റ് ബാക്കിൽ അറിയാം, ഒരു നല്ല ക്രോസ് ചെയ്യാൻ പോലും അറിയാത്തവരാണ്. സന്ദീപിൻ്റെ ഒന്നും നല്ല ക്രോസുകളൊന്നും പോകാറില്ല. ഈ പുള്ളി ക്രോസൊക്കെ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. എല്ലാവർക്കും അറിയാം, ലൊബേറയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറാണ്. ലൊബേറ എങ്ങോട്ട് പോകുന്നു അവിടേക്കൊക്കെ ലൊബേറ ഈ പുള്ളിയെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ മറ്റൊരു റൂമറിന് കൂടി ഒരു ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ എന്തായാലും ഇനി ജനുവരിയിൽ കോച്ചിനെ എത്തിക്കില്ല. നെക്സ്റ്റ് സീസണിൽ പുതിയൊരു കോച്ചിന് കൂടുതൽ പുതിയൊരു പ്ലാൻ സെറ്റ് ചെയ്യും എന്നൊക്കെയാണ് റിപ്പോർട്ടൊക്കെ വന്നത്. അതൊക്കെ നടക്കുമറിയില്ല. എന്തായാലും അത് സെർജിയോ ലൊബേറെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ന്യൂസൊക്കെ വന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഈ അമയ് റനവാഡെയൊക്കെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ലൊബേറൊക്കെ വരാനുള്ള ഒരു സാധ്യതകളും അവിടെ ഇല്ലാതില്ല. എന്തായാലും അതൊന്നും നോക്കുന്നില്ല. എന്തായാലും ഒരു ഗ്രേറ്റ് പ്ലെയറാണ് അമയ് റനവാഡെ. വരൂ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. 2 തവണ ISL ഷീൽഡ് അടിച്ചിട്ടുണ്ട്, ISL ട്രോഫിയൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്കാണ്. ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടിയും ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഈസ് ഗുഡ് പ്ലെയർ. അതുപോലെ മറ്റൊരു ട്രാൻസ്ഫർ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് ഒരു ഫോറിൻ പ്ലെയറെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ന്യൂസ്. അത് കെല്ലോവിൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നെയ്യാണ് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ജനുവരിയിൽ എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ആരാണ് എത്തിക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഫോറിൻ പ്ലെയർ നമ്മളെ ക്ലബ്ബ് വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.